സച്ചേട്ടാ, ശരത്തിന് എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? അതൊക്കെ പറയാം. ഇവിടേക്ക് ഇറങ്ങടാ. സച്ചി ഒന്ന് വാ. ആ വീഡിയോ കാരണം ആകെ പ്രശ്നമല്ലേ? വാ, അകത്തിട്ട് സംസാരിക്കേ. ഇരിക്കുന്ന സമയമില്ല, പോണം. വീഡിയോ കണ്ടു വേണമല്ലോ. ആകെ പ്രശ്നമായി. വീട്ടിലെ അമ്മ നല്ല ദേഷ്യത്തില. ഇവിടെ പ്രശ്നമാകാതിരിക്കോ? ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അറിയാന്നുണ്ടല്ലേ നീ ഇത്രയും നാളും അത് ആരും അറിയാൻ സൂക്ഷിച്ചത്? ഒടുക്കുമല്ല, കൈവിട്ടു പോയല്ലേ? ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. അമ്മയുടെ പ്രശ്നം എന്തെങ്കിലും പറഞ്ഞു തീർക്കാം. കുറച്ചു നാൾ കഴിയുമ്പോൾ ഒക്കെ ശരിയാവും. പക്ഷെ പോലീസ് ഇവനെ അന്വേഷിക്കുന്നുണ്ട്. അതാണ് വിഷയം. പോലീസ് ഇവനെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു. ഇവനെ കൈ കിട്ടിയ അവരെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പിന്നെ ആരും കാണാതെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ഉറപ്പായിട്ടും ഇവന് ജയിലിൽ പോണ്ടി വരും. പിന്നീട് ജാമ്യത്തിൽ ഇറക്കാം. എന്നാലും ജയിലിൽ പോയത് ബ്ലാക്ക് മാർക്കാവും. ഇവന്റെ പഠിത്തം, ഭാവി എല്ലാം അതോടെ അവസാനിക്കും. ഒരിക്കലും ഇവനെ ഞാൻ പോലീസിന് വിട്ടു കൊടുക്കില്ല. ജയിലിൽ പറഞ്ഞയക്കില്ല. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. അതിന് കുറച്ച് സമയം എടുക്കൂടാ. അതുവരെ എടാ, അതുവരെ ഇവനോട് കഴിയട്ടെന്നല്ലേ? അതിനു വേണ്ടിയല്ലേ നീ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നേ? അതെ. അല്ല, ഇവനിവിടെ താമസിപ്പിക്കുന്നതുകൊണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് എന്ത് പ്രശ്നം? എടാ, രേവതി എന്റെ സഹോദരി അല്ലടാ. ഇവളുടെ അനിയൻ എന്റെ അനിയൻ കൂടെ. നീ ധൈര്യമായിട്ടിരിക്കും. ഇവനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഒരു പോലീസിന് ഇവനെ കണ്ടെത്താൻ കഴിയും. അതെ, മഹേഷേട്ടൻ പറഞ്ഞതാ ശരി. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്. ചേച്ചി, ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? സച്ചേട്ടൻ ഞങ്ങൾക്ക് ചെയ്തു തന്ന സഹായത്തിന് മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല. സച്ചേട്ടനും മഹേഷേട്ടനും തമ്മിലുള്ള ബന്ധം രേവതിക്ക് അറിയാവുന്നതല്ലേ? അവർ രണ്ടല്ല, ഒന്നാ. ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കണ്ടേ? അവനെ ഞങ്ങള് സ്വന്തം അനിയനെ പോലെ നോക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്. ഒത്തിരി നന്ദി. നന്ദിയോ? എന്തിന്? ശരത്തെ, എന്റെ ഫോണിന് ഇത് ഓഫല്ലേ? അതെ. ഇത് നിന്റെ കയ്യിലിരുന്നാലേ നീ ആരെങ്കിലും വിളിക്കും, മെസ്സേജ് അയക്കും. പോലീസ് പിന്നെ എപ്പം നിന്നെ പിടിച്ചെന്ന് ചോദിച്ചാൽ മതി. ആയിഷേ, എന്ന് കയ്യിൽ വെച്ചോ. ചെല്, അകത്ത് വരുന്നു. പുറത്തേക്ക് ഇറങ്ങരുത്. ഇവിടെ തന്നെ ഉണ്ടാവണം. പോയിട്ട് വരും. സച്ചേട്ടാ, എന്താ സച്ചേട്ടാ, ഞാൻ സ്റ്റേഷനിൽ പോയി കീഴടങ്ങിക്കോളാം. എനിക്ക് വേണ്ടി എന്റെ ചുറ്റും നിങ്ങൾ ഇങ്ങനെ വേദനിക്കുന്നത് കാണാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അദ്ദേഹം ആദ്യം പിടിച്ച് വരില്ലേ? ഇപ്പോ അച്ഛനില്ലെങ്കിലും അച്ഛന്റെ സ്ഥാനത്ത് ഈ ഏട്ടനില്ലടാ, സ്വന്തം അച്ഛനായിട്ട്. സച്ചേട്ടാ, ഞാൻ ചെയ്തൊക്കെ തെറ്റാ. ഞാനേ തെറ്റാ. ഇപ്പൊ എനിക്കൊന്നിനും പറ്റുന്നില്ല. ഏതാ, നീ കരയാതിരിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഈ കിടന്നോടുന്നേ? നീ കരയാതെ സമാധാനത്തിനകത്ത് പോയിരുന്നാൽ മാത്രം മതി. നോക്ക്, തെറ്റിയവൻ ജയിലിൽ കിടക്കുമ്പോ ഒരുപക്ഷെ വേദന തോന്നില്ലായിരിക്കും. പക്ഷെ അവനൊന്ന് പശ്ചാത്തപിച്ചാ പിന്നെ അവിടെ നരകവാ. നീ ഇപ്പൊ അവിടെ പോയാ ഇതനുഭവിക്കും. അത് കാണാൻ വയ്യടാ. അത് ഏട്ടന് സഹിക്കാൻ പറ്റില്ല. രേവതി, നീ ഒരു കൂടെ അകത്തേക്ക് പോ. ചേച്ചി സങ്കടപ്പെടരുത്. ശരല്ലേ, ഇവനകത്തെ കൊണ്ടുപോകും. ശരടാ, സച്ചി, എന്താടാ നീ ശരത്തിനെ പോലെ ആയോ? പക്ഷേ ഉള്ളിൽ വേദനിക്കുന്നവരുടെ മനസ്സറിയാടെ എനിക്ക്. അവനാകെ തകർന്ന വട്ട. എന്താണ് അവൻ വല്ല കടങ്കയും കാണിക്കും? ഏയ്, ഞാൻ പറഞ്ഞതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരു കണ്ണെപ്പോഴും അവന്റെ മേലിൽ വേണം. ഞാൻ ശ്രദ്ധിച്ചോളാടാ. അവൻ എന്തെങ്കിലും വല്ലതും കാണിച്ചാ ആ കുടുംബം തകർന്നു പോകും. അതുകൊണ്ട് പിന്നെ എന്റെ രേവതി പോലും എനിക്ക് കിട്ടില്ല. വാ രേവതി, പോവാ. രേവതി, അത് തന്നെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ. സച്ചേട്ടന് ശരത്തിനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. അവന് നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാൻ അവൻ കുറച്ച് വൈകിപ്പോയി. അവനാണ് അമ്മയുടെ കാശ് മോഷ്ടിച്ചെന്നുള്ള സത്യം ആരോടും പറയില്ലെന്ന് ഞാൻ തീരുമാനിച്ച. എന്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി. അതാ കുഴപ്പമായത്. ഇല്ലെങ്കിൽ അത് ആരും അറിയില്ലായിരുന്നു. എന്തേത് ഫോണോ? അതെ, സച്ചേട്ടന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. ഈ പ്രശ്നത്തിനിടയിലും നീ പോയി ഫോൺ വാങ്ങിയോ? എന്തിനാ ഇത്? സച്ചേട്ടനൊരു ഫോൺ വേണ്ടേ? ഫോണില്ലാതെ എങ്ങനെയാ? ഈ പ്രശ്നം അറിയുന്നതിന് മുന്നേ ഞാൻ ശരത്തിനെയും കൂട്ടിപ്പോയി മേടിച്ചതാ. സന്തോഷത്തോടെ ഒരു സർപ്രൈസ് ആയിട്ട് തരണമെന്ന് ഞാൻ കരുതിയെ. പക്ഷേ ഇതെങ്ങനെയായി പോയി? എന്താ രേവതി, ഞാൻ വാങ്ങിക്കുമായിരുന്നല്ലോ. എനിക്ക് വാങ്ങിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ. ദാ വാങ്ങിക്ക സച്ചേട്ടാ. വാങ്ങ്. ഇതിന് ഒരുപാട് കാശായോ? നീക്കിയിരിപ്പൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ എന്നെ വിളിക്കാൻ വേണ്ടി സച്ചേട്ടൻ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുമ്പോ പിടയുന്നത് എന്റെ നെഞ്ചാ. ആ വീഡിയോ സച്ചേട്ടൻ ആരെയും കാണിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ആ വീഡിയോ ഒരിക്കലും പുറത്തു വരരുതെന്ന് ആഗ്രഹിച്ച് പിന്നെ എന്തിനാ ആ ഫോണിൽ വെച്ചോണ്ടിരുന്നത്? അത് അന്നേ ഡിലീറ്റ് ചെയ്യായിരുന്നില്ലേ? ഡിലീറ്റ് ചെയ്യാൻ നോക്കിയതാ. മഹേഷ് പറഞ്ഞിട്ടാ ഡിലീറ്റ് ചെയ്യായിരുന്നേ. അതൊന്നും മഹേഷേട്ടൻ അങ്ങനെ പറഞ്ഞേ? ശരത്തിനെ നേരെ വഴിക്ക് നടത്താൻ ഇത് നിന്റെ കയ്യിലുണ്ടാവുന്ന നല്ലതെന്ന് പറഞ്ഞവൻ. എന്റെ കയ്യിൽ ഈ വീഡിയോ ഉള്ളത് ശരത്തിനറിയാം. വീണ്ടും തെറ്റിയതാ. നീ ഇത് പുറത്തു വിടുന്നുള്ള ഭയം അവനുണ്ടാവും. അതുകൊണ്ട് അവനിനി തെറ്റ് ചെയ്യില്ലെന്ന് മഹേഷ് പറഞ്ഞു. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. പിന്നെ അവന്റെ കൈ പിടിച്ചതിനും അവന് വഴക്ക് പറഞ്ഞാലും എന്താ കാരണം എന്നുള്ളതിനൊരു തെളിവ് വേണ്ടേ? അതുകൊണ്ട് ഞാനത് ഫോണിൽ സൂക്ഷിച്ചേ. പക്ഷെ അത് പുറത്തുപോയി. ഇതുപോലൊക്കെ സംഭവിക്കുന്നത് ഞാൻ കരുതിയതല്ല. രേവതി, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഫോൺ എന്റെ കയ്യിലുണ്ടായിരുന്നപ്പോ ഈ വീഡിയോ ഒരിക്കലും വെളിയിൽ വന്നിട്ടില്ല. ഫോൺ കാണാതെ അടുത്ത ദിവസം തന്നെ ഈ വീഡിയോ ലീക്കായി. ഇതാരോ പ്ലാൻ ചെയ്ത് ചെയ്താന്ന് എനിക്ക് തോന്നുന്നേ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. എനിക്കൊരാളെ സംശയമുണ്ട്. ഏയ്, അവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനായിരുന്നെങ്കിൽ ശരത്താണ് കാശ് മോഷ്ടിച്ചെന്നുള്ള കാര്യം മുന്നേ പുറത്ത് പറയായിരുന്നു. ഇതിന് പിന്നിൽ വേറെ ആരോ ആണ്. ആന്റണി അല്ലാതെ പിന്നെ ആര് ചെയ്യാനാ? അങ്ങനെ ചെയ്തിട്ട് അവർക്ക് എന്താ ലാഭം? അവർക്ക് ലാഭമില്ലെങ്കിലും നമുക്ക് നഷ്ടം ഉണ്ടാവാൻ വേണ്ടി ചെയ്യാലോ. നമ്മളോട് ശത്രുതയുള്ള ആരുമാണ് ചെയ്തത്? അതാരായിരിക്കും? അത് നമ്മൾ കണ്ടുപിടിക്കണം. ശരത്തിനെതിരെ അമ്മ പോലീസിൽ പരാതി കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണം. അമ്മ പരാതി കൊടുത്ത ആകെ പ്രശ്നമാകും. അമ്മ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന? നമ്മൾ പറഞ്ഞ അമ്മ കേൾക്കൂ. അമ്മ വാളെടുത്തിരിക്കുക. വീട്ടിലേക്കാണെങ്കിൽ വരാൻ തോന്നുന്നില്ല. ഞാൻ എങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കുക? അച്ഛനോട് ഞാൻ എന്ത് പറയും? നീയല്ലല്ലോ തെറ്റിയത്. പിന്നെ നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? അച്ഛൻ അതൊക്കെ മനസ്സിലാവും. നമുക്കെതിരെ നല്ലൊരു ആയുധം കിട്ടിയിരിക്കുക അമ്മയ്ക്ക്. അതവിടെ എന്തായാലും ഉപയോഗിക്കും. നമ്മൾ കരുതിയിരിക്കണം രേവതി. ശരത്തിന്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല. എന്നാലും അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ആരും കരുതില്ല. അത്രയ്ക്കായിരുന്നു ആ വീട്ടുകാരുടെ അഭിനയം. നീ എന്താ ഇറങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കുന്നേ? സച്ചേട്ടാ, അത് വരാൻ വാ ഇങ്ങോട്ട്. നിക്ക് നിക്ക് നിക്ക്, നീ ഇത് എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞല്ലേ? വന്നാ എന്താ? ഇത് ഇവളുടെ കൂടെ വിടല്ലേ? ഇവളുടെ വീടോ? ഇതേ എന്റെ വീടാ. നിനക്കെന്താടാ പറഞ്ഞു മനസ്സിലാവില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളീ വീട്ടിലേക്ക് കൂടിക്കൊണ്ട് വരരുതെന്ന്.
രേവതി സച്ചിയുടെ ഭാര്യയാണെങ്കിൽ അവൾ ഇവിടെ തന്നെ താമസിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ വാ രേവതി. ഏയ് അവിടെ നിൽക്ക് എവിടെ കയറി പോകുന്നു വീടിന് വെളിപ്പൊടി അമ്മ മാറിയേ. എടാ പട്ടാ പകൽ ഇവളുടെ അനിയൻ എന്റെ കാശ് മോഷ്ടിച്ചു കുടുംബം ഒന്നടങ്കം അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കും അത് എന്നിട്ടും നീ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാ അവൻ ചെയ്ത തെറ്റ് തന്നെയാ, അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലേക്ക് വെറുതെ കുടുംബത്തെ വലിച്ചയക്കരുത്, അതെനിക്ക് സഹിക്കത്തില്ല. രേവതി ഇവിടെ അമ്മയും അനിയത്തിയും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. രേവതി ഇവിടെ തന്നെ താമസിക്കും, അത് തടയണേ ആർക്കും കഴിയില്ല. ഇവളുടെ കഴുത്തിന് പിടിച്ച് ഞാൻ വെളിയിൽ തള്ളു ഇറങ്ങി ഇവിടുന്ന് തൊട്ടു പോരുന്നവളെ. എടാ നിക്കടാ അവിടെ അച്ഛാ എന്താ നടന്നെന്ന് ഞാൻ പറയാം. നീ എന്തിനാ പറയുന്നത് എന്താ നടന്നതെന്ന് നാട് മുഴുവൻ അറിഞ്ഞാലോ അച്ഛാ ശരത്ത് മുന്നേ ഈ വീട്ടിൽ വന്നപ്പോ ഇവിടെ വെച്ചിരുന്ന കാശ് കാണുന്നില്ല എന്ന് പറഞ്ഞ് അവന് തടഞ്ഞു നിർത്തി. ഈ ഓട്ടക്കാരനും ഭാര്യയും കൂടെ അവന് പരിശോധിച്ചു, അവന് തല്ലി. കാശ് നീയാ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ഈ അമ്മയും ഇവരും കൂടെ അവനെ അപമാനിച്ചു, കള്ളനാക്കി. ഹണിമൂണിന് പോകാൻ പറ്റുമോ? കാശ് അമ്മ ഇവര് കൊടുത്തതാ, കൊടുക്കും. അക്കാര്യം ഓർമ്മയില്ലെന്ന് ഇവര് പറഞ്ഞു. ഓർമ്മയുണ്ടായിട്ട് പോലും അവന് കള്ളനാക്കാൻ വേണ്ടി ഇവരെ ഒത്തു കളിച്ചാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അന്ന് അമ്മ അവനെ കള്ളനെന്ന് വിളിച്ചു, തെറ്റ് ചെയ്യാത്തവനെ തെറ്റുകാരനാക്കി. അച്ഛാ ഒരു ചെറിയ പയ്യനല്ലേ അച്ഛാ, അവന്റെ മനസ്സിൽ അതൊരു കനലായിട്ട് കിടക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ആർക്കായാലും ദേഷ്യം വരില്ലേ അച്ഛാ? ആ ഒരു ദേഷ്യത്തിന് അവൻ അമ്മയുടെ കാശ് മോഷ്ടിച്ചതാ. മോഷ്ടിച്ച കാശ് അവൻ തിരികെ കൊടുത്തിരുന്നു അച്ഛാ. അന്ന് പോലീസ് ഏൽപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് കാശ് കൊടുത്തിരുന്നല്ലോ, അത് ആ കാശാ. തെറ്റ് തന്നെയാണ് അച്ഛാ, അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. ഞാൻ അവനെ ന്യായീകരിക്കുന്നതല്ല, പക്ഷെ അവൻ അവന്റെ ദേഷ്യത്തിന് ചെയ്തു പോയതാ, അല്ലാതെ അവനൊരു കള്ളനൊന്നുമല്ല. നമ്മുടെ കുടുംബത്തോട് അവനൊരു ദേഷ്യവുമില്ല. ശരിക്കും ഇവരൊക്കെ തെറ്റിയത് അവൻ അങ്ങനെയൊക്കെ ചെയ്യാൻ തന്നെ കാരണം ഇവന് ഒറ്റ ഒരുത്തനാ. അതുകൊള്ളാം, നിന്റെ അളിയനെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം നേരെ എന്റെ നേരേക്ക് തിരിച്ചു വിടുക. കൊള്ളാടാ കൊള്ളാം, നന്നായിരിക്കുന്നു. അവന് എന്റെ കാശ് മോഷ്ടിച്ചതില് നിനക്ക് ഒരു പ്രശ്നമില്ലടാ. നീ എന്തിനാടാ അവനിങ്ങനെ വക്കാലത്ത് പറയാൻ പോകുന്നത്? അച്ഛാ അച്ഛാ ഈ വിഷയം എനിക്ക് നേരത്തെ അറിയായിരുന്നു. സച്ചിൻ എന്താ പറഞ്ഞു? ഇത് നേരത്തെ അറിയായിരുന്നു? അതെ എനിക്ക് അറിയാറുന്നല്ല. ഈ സംഭവം നടന്നത് എന്റെ ഒരു ഫ്രണ്ടിന്റെ കടയ്ക്ക് മുന്നിൽ വെച്ചാ. അതിന്റെ CCTV ദൃശ്യങ്ങൾ അവൻ എനിക്ക് തന്നിരുന്നു. അത് എന്റെ ഫോണിലുണ്ടായിരുന്നു. എന്റെ ഫോൺ കാണാതെ പോയിരുന്നല്ലോ. ആ ഫോൺ കിട്ടിയ ഏതോ ദ്രോഹിയാണ് വീഡിയോ പുറത്തു വിട്ടത്. ദ്രോഹി അല്ല, ഏത് ദ്രോഹി? ഇവനെയൊക്കെ ആര് ദ്രോഹിക്കാന്? എന്നിട്ട് ദ്രോഹി എന്ന് അപ്പൊ എല്ലാം അറിഞ്ഞിട്ടും നീ ഇത്രയും കാലം മിണ്ടാതിരിക്കുവായിരുന്നു അല്ലേ? നീ അറിഞ്ഞെങ്കിൽ ഇവളും അറിഞ്ഞു കാണുമല്ലോ. ഒന്നും അറിയാത്ത പോലെ നീയും അഭിനയിക്കുമായിരുന്നു അല്ലേ? ഇവളോട് ഞാൻ ഒന്നും പറഞ്ഞിരുന്നില്ല. നിങ്ങളുള്ള വീട്ടിൽ പോയി എല്ലാം പറഞ്ഞില്ലേ? അപ്പോഴാണ് ഇവള് പോലും അറിയുന്നത്. എല്ലാത്തിനും കാരണം നിങ്ങളാ. ഇവരിങ്ങനെ ചെയ്യാൻ കാരണം നിങ്ങൾ തന്നെയാ. എന്ത് കാരണം പറഞ്ഞാലും ശരത്ത് ചെയ്തത് തെറ്റല്ലാതാവില്ല. എന്റെ അമ്മ ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷേ ദേവതയുടെ അനിയൻ ചെയ്തത് അതിനേക്കാൾ വലിയ തെറ്റ് തന്നെയാ. ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കില്ല. അച്ഛാ ഞാൻ ഇതിനെ ന്യായീകരിക്കുന്നതല്ല. സച്ചേട്ടാ ഇതിന് എന്ത് റീസൺ സച്ചേട്ടൻ പറഞ്ഞാലും രേവതി ചേച്ചിയുടെ അനിയൻ ചെയ്തത് ശിക്ഷ കിട്ടേണ്ട കുറ്റമാ. അവൻ റോബറിയാ നടത്തിയത്. വർഷ പറഞ്ഞ ശരിയാ. അങ്കിളിന്റെ കാശെടുത്തതിന് ദിവസം സുധിയെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ. സുധി എടുത്ത കാശ് മാസാമാസം 50,000 രൂപ വെച്ച് തിരികെ കൊടുക്കാന്ന് പറഞ്ഞത്. അതിനൊരു ന്യായമുണ്ട്, അന്തസ്സുണ്ട്. നിന്റെ അളിയൻ ചെയ്തതോ? അത് ശരി, നിന്റെ കെട്ടിയവൻ കാശ് എടുത്തോണ്ട് ഓടിയാ അതിന് ന്യായമുണ്ട്. ഒരു ചെറിയ പയ്യൻ വീട്ടിൽ വന്നപ്പോ കാശ് എടുത്തു പറഞ്ഞ് അവനെ നിങ്ങൾ അപമാനിച്ചു. നീ അവനെ അടിച്ചു. ആ ദേഷ്യത്തിനാ അവൻ കാശെടുത്തത്. അതിൽ ന്യായം കാണാൻ പറ്റില്ല അല്ലെ? സച്ചേട്ടാ ആന്റിയോട് അവന് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു തീർക്കണം. അല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇവര് 3 പേരെയും കൊണ്ട് ക്ഷമ പറയിപ്പിക്കണം. അല്ലാതെ കാശ് മോഷ്ടിക്കല്ല വേണ്ടത്. ശരത്ത് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയില്ല. അവൻ ദേവദേവത്തിന്റെ ലൈഫിനെ കുറിച്ച് ആലോചിച്ചില്ലല്ലോ. എടാ അവൻ അമ്മയുടെ ഒന്നും കാശ് മോഷ്ടിച്ചത് ശരിയല്ല. അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം അച്ഛാ. എന്റെ അനിയൻ ചെയ്തത് തെറ്റാ. അവന് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കാം.